പുരുഷന്റെ തലയിൽ നിന്നാണ് എടുക്കുന്നത് എങ്കിൽ എന്നും പുരുഷന്റെ തലയിൽ കയറിയിരുന്ന് അവനെ നിയന്ത്രിക്കുന്ന അനുഭവമായിരിക്കും ഒരു സ്ത്രീക്ക് ഉണ്ടാവുക. നേരെ മറിച്ച് അവന്റെ കാലിൽ നിന്നാണ് എടുക്കുന്നത് എങ്കിൽ പുരുഷന്റെ കാലിന്റെ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടുന്ന ഒരു ഭോഗവസ്തുവായി മാത്രം സ്ത്രീ മാറ്റപ്പെടുമെന്ന് അറിയാമായിരുന്ന ദൈവം അവന്റെ വാരിയലിൽ നിന്നാണ് ഹവ്വയെ തെരഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെയാണ് ആദാം ഹവ്വയെ നോക്കി പറയുന്നത്, നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിന്റെ മാംസവുമാകുന്നു എന്ന്. അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഹവ്വയെ സംബന്ധിച്ച് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നാം ദർശിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഹവ്വ ജിജ്ഞാസയുള്ളവളായിരുന്നു എന്നാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ കാണുന്നു, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിന് കൊടുത്തു എന്ന് നാം വായിക്കുകയാണ്. ഹവ്വയുടെ ഒരു വലിയ പ്രത്യേകത, അവൾ വളരെ ജിജ്ഞാസയുള്ളവളായിരുന്നു. ദൈവം ആദമിനെയും ഹവ്വയെയും സൃഷ്ടിച്ച് തോട്ടത്തിലാക്കുമ്പോൾ ദൈവം കൊടുത്ത ഒരു കൽപ്പന എന്നുള്ളത് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത് എന്നായിരുന്നു. എന്നാൽ കൗശലക്കാരനായ സാത്താൻ പാമ്പിന്റെ രൂപത്തിൽ വന്നിട്ട് ഈ വൃക്ഷഫലം തിന്നാൽ നീ ദൈവത്തെ പോലെ ആകുമെന്ന് പറഞ്ഞപ്പോൾ ദൈവത്തെ പോലെ ആകുവാനുള്ള ഒരു ജിജ്ഞാസയും തിന്നരുതെന്ന് ദൈവം പറഞ്ഞ് തിന്നുവാനുള്ള വലിയ ജിജ്ഞാസയും ഹവ്വയിൽ ഉടലെടുത്തപ്പോൾ ആ വൃക്ഷഫലം തിന്മാനും അത് മുഖാന്തരമായി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന അനുഭവവും ഹവ്വയുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. എന്നെ കേൾക്കുന്ന ദൈവജനമേ, കർത്താവിന്റെ സന്നിധിയിൽ നാം ആയിരിക്കുമ്പോൾ, വചന കേൾവിയുടെ മുമ്പിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ, ഹവ്വയെ പോലെ തന്നെ ആധുനിക കാലഘട്ടത്തിലും ജിജ്ഞാസയോടെ പ്രവർത്തിക്കുന്ന ഒരു സമൂഹത്തിന്റെ മുൻപിലല്ലേ ഞാനും നിങ്ങളും ആയിരിക്കുന്നത് എന്ന് പരിശോധിക്കുന്ന നല്ലതാണ്. ഒരു പൊതി വീട്ടിൽ കൊണ്ടുവന്ന് വീട്ടുകാരത്തിയോട് ഇത് അവിടെ ഇരുന്നോട്ടെ, ഇത് അഴിക്കരുത് എന്ന് പറഞ്ഞാൽ വീട്ടുകാരത്തി വളരെ ജിജ്ഞാസയുള്ളവളായതുകൊണ്ട് ഈ പൊതി അഴിച്ച് നോക്കും എന്നുള്ളത് സത്യമാണ്. അത് നമ്മിലെല്ലാം ഉള്ള ഒരു വലിയ ചിന്തയാണ്, ജിജ്ഞാസയോടെ പ്രവർത്തിക്കുന്ന അനുഭവം. ജിജ്ഞാസയോടെ പ്രവർത്തിച്ചതായ ഹവ്വ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യുവാനായിട്ടിടയായി എന്ന് വേദപുസ്തകം വ്യക്തമാക്കുകയാണ്. 119-ാം സങ്കീർത്തനം നാം പരിശോധിക്കുമ്പോൾ വിശ്വാസികളുടെ കണ്ണുകൾക്കുള്ള പ്രത്യേകതകളെ കുറിച്ച് അവിടെ പറയുന്നത്, അതിന്റെ 37-ാമത്തെ വാക്യത്തിൽ വ്യാജത്തെ നോക്കാത്ത കണ്ണുകളുള്ളവരായിരിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇവിടെ ഈ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാണുവാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, അത് അവളിലേക്ക് പാപം കടന്നു വരുവാനായിട്ടിടയായി. ഹവ്വ ശ്രദ്ധേയായി സ്ത്രീ ആയിരിക്കുമ്പോൾ ഹവ്വ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു വലിയ ചിത്രം, കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്ത് ജീവിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ കൊണ്ട് പാപം നമ്മിലേക്ക് കടന്നു വരുന്നത് കൊണ്ട് കണ്ണുകളെ സൂക്ഷിക്കുന്നവരായിരിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഹവ്വ പാപം ചെയ്യുവാനായിട്ടിടയായി, അത് ഏദൻ തോട്ടത്തിൽ നിന്ന് അവളെ പുറത്താക്കുവാനും ഇടയായി എന്ന് കാണുവാൻ സാധിക്കും. ഇന്ന് ദൈവകരങ്ങളിൽ നമ്മെ സമർപ്പിക്കുമ്പോൾ ഹവ്വയെ പോലെ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യാതെ സൂക്ഷിപ്പാനായിട്ട് നമുക്കിടയാകണം. അതുകൊണ്ടാണ് കയ്യിനോട് ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞത്, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാണ്, നീ അതിനെ കീഴ്പ്പെടുത്തണമെന്ന് കയ്യിനോട് പറയുവാനായിട്ട് ഇടയായത്. ഹവ്വ വേദപുസ്തകത്തിലെ ശ്രദ്ധേയായി സ്ത്രീയായി നിൽക്കുമ്പോൾ ജിജ്ഞാസയോടെ പ്രവർത്തിപ്പാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തത് അവൾ ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കുവാനായിട്ടിടയായി എന്ന് കാണുവാൻ സാധിക്കും.
അതുകൊണ്ട് നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നവരായിരിക്കണമെന്ന് ഹവ്വ നമ്മെ പഠിപ്പിക്കുകയാണ്. ഹവ്വയുടെ ജീവിതം പഠിക്കുമ്പോൾ അനേക ചിന്തകൾ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ടെങ്കിലും കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യാത്തവരായി നിലനിൽക്കണമെന്ന് ഹവ്വായുടെ ജീവിതത്തിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ പഠിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഈ ലോകത്തിൽ നോക്കാതെ ജീവിക്കാനായിട്ട് നമുക്ക് സാധിക്കുകയില്ല. നമ്മുടെ ദൈനംദിനമായ ജീവിതത്തിന്റെ യാത്രയിലും നമ്മുടെ പ്രവർത്തനത്തിന്റെ മണ്ഡലങ്ങളിലും നാം ബസ്സിലും വാഹനങ്ങളിലും യാത്ര ചെയ്യുമ്പോഴും നോക്കാതെ ജീവിക്കുക എന്നുള്ളത് അസംഭവ്യമാണ്. നോക്കാതെ ജീവിക്കണമെങ്കിൽ ഞാനും നിങ്ങളും ഗാന്ധാരികളാകണം. ആരാണ് ഗാന്ധാരി? നമുക്കറിയാം. ധൃതരാഷ്ട്ര ഭാര്യയായിരുന്നു ഗാന്ധാരി. തന്റെ ഭർത്താവ് അന്ധനാണെന്നും ലോകം കാണുവാനായിട്ട് സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ തുണികൾ കൊണ്ട് കണ്ണുകൾ മൂടിക്കെട്ടി ജീവിച്ച വ്യക്തിയായിരുന്നു ഗാന്ധാരി. ഈ ലോകത്തിൽ ജീവിക്കുന്ന ദൈവജനമേ, ഈ ലോകത്തിന് നമ്മുടെ ജീവിതത്തിന്റെ യാത്രയിൽ നോക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഗാന്ധാരിയെ പോലെ കണ്ണുകൾ മൂടിക്കെട്ടിയ അനുഭവത്തിലാണ് നമുക്ക് നടക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ ദൈവം അത് പ്രതീക്ഷിക്കുന്നില്ല. നോക്കരുത് എന്ന് കർത്താവ് പറഞ്ഞില്ല. യേശു വളരെ വ്യക്തമായി പറഞ്ഞത് സ്ത്രീയെ നോക്കണ്ടെന്ന് യേശു പറഞ്ഞില്ല. സ്ത്രീയെ മോഹത്തോടെ നോക്കുന്നവൻ അവളോട് വ്യഭിചാരം ചെയ്തു എന്നാണ്. പുരുഷനെ മോഹത്തോടെ നോക്കുന്നവൾ അവനോട് വ്യഭിചാരം ചെയ്യുകയാണ്. ഹവ്വ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ഒരു വലിയ ചിത്രം, കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യാതെ സൂക്ഷിപ്പാൻ നമുക്കിടയാകണം. കണ്ണ് ദൈവം നമുക്ക് ദാനമായി നൽകിയ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യാതെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ദൈവമക്കളെ, ഒരു TV സ്ക്രീനിൽ പോലെ നമ്മുടെ മനസ്സിലേക്ക്, നമ്മുടെ കണ്ണുകളിലേക്ക് വിവിധ ചിത്രങ്ങൾ ഇങ്ങനെ പാസ് ചെയ്യും. യാഥാർത്ഥ്യമാണ്. നമ്മുടെ മനസ്സിലൂടെ ചിന്തകൾ കടന്നു പോകുന്നത് പോലെ തന്നെ നമ്മുടെ യാത്രയിൽ കണ്ണുകളിലൂടെ പലതും കടന്നു പോകും. പക്ഷേ കടന്നു പോകുന്നതൊന്നും നമ്മെ സ്പർശിക്കാറില്ല. പക്ഷേ എവിടെയെങ്കിലും നമ്മുടെ കണ്ണുകൾ ഉടക്കിയാൽ അത് വലിയ കുഴപ്പത്തിലേക്ക് ചെന്നു ചേരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്. ഇതാണ് ഹവ്വയ്ക്ക് സംഭവിച്ചത്. അവൾ ജിജ്ഞാസയുള്ളവളായിരുന്നത് കൊണ്ട് അവൾക്ക് തോട്ടത്തിന്റെ നടുവിൽ നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം അവൾ സൂക്ഷിച്ചു നോക്കുമ്പോൾ, ഉൽപ്പത്തി പുസ്തകം 3:6 നാം വായിച്ചു കേട്ടത്, ആ വൃക്ഷഫലം തിന്മാൻ നല്ലതും കാൺമാൻ ഭംഗിയുള്ളതും ജ്ഞാനം പ്രാപിപ്പാൻ കാമ്യവുമെന്ന് സ്ത്രീ കണ്ടു, ഫലം പറിച്ചു തിന്നു, ഭർത്താവിനും കൊടുത്തു. അത് മുഖാന്തരമായി ഏദൻ തോട്ടത്തിൽ നിന്ന് പുറത്താക്കേണ്ട ഒരു അനുഭവം ഹവ്വായ്ക്കുണ്ടായി. അതുകൊണ്ട് കണ്ണുകൾ സൂക്ഷിക്കുന്ന ദൈവമക്കളായി, കണ്ണുകൾ കൊണ്ട് അരുതാത്തത് ദർശിക്കാത്ത ദൈവജനമായി ഞാനും നീയും ആയിരിക്കണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് സുറിയാനി സഭയുടെ തീഷ്ണവാനായിരുന്ന പിതാവായിരുന്ന മോർ ഫീലിക്സിനോസിന്റെ പ്രാർത്ഥനാക്രമം, വിശുദ്ധ പ്രാർത്ഥനാക്രമത്തിൽ പിതാക്കന്മാരെ ക്രമീകരിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനാക്രമത്തിൽ അതിന്റെ രഹസ്യ പ്രാർത്ഥനകളായിട്ടാണ് ക്രമീകരിച്ചത്. ഫീലിക്സിനോസിന്റെ ക്രമത്തിൽ അവിടെ മധ്യാഹ്ന നമസ്കാരത്തിന്റെ പ്രാർത്ഥനയിൽ നാം ഇങ്ങനെയാണ് ദൈവസന്നിധിയിലേക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്. ഞാൻ തിന്മയായിട്ടുള്ളത് വിചാരിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ കണ്ണുകൾക്കൊരു കാവൽക്കാരനെ, എന്റെ നാവുകൾക്കൊരു കാവൽക്കാരനെ, എന്റെ ചുണ്ടുകൾക്കൊരു കാവൽക്കാരനെ, എന്റെ കൈകൾക്കൊരു കാവൽക്കാരനെ, എന്റെ കാലുകൾക്ക്, എന്റെ അന്തരീന്ദ്രിയങ്ങൾക്ക് അവിടുന്ന് കാവൽക്കാർ നിയമിക്കണമേ എന്നാണ് ഫീലിക്സിനോസിന്റെ രഹസ്യ പ്രാർത്ഥനയിൽ, മധ്യാഹ്ന പ്രാർത്ഥനയിൽ ദൈവജനമേ ഞാനും നിങ്ങളും ഒരുമിച്ച് ചൊല്ലുന്നത്. അതുകൊണ്ട് ഇന്ന് കർത്താവിലേക്ക്, ദൈവിക ബന്ധത്തിലേക്ക് നാം സമർപ്പിക്കപ്പെടുമ്പോൾ ദൈവാത്മാവ് വ്യക്തമാക്കുന്നത് ഹവ്വയെ പോലെ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യുവാൻ നമുക്ക് ഇടയാകരുത്. വേദപുസ്തകത്തിലെ ശ്രദ്ധേയരായ സ്ത്രീകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഹവ്വ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ട ഒരു വലിയ ചിത്രം, കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യാതെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഒരുങ്ങണം എന്നാണ്. ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിക്കുമ്പോൾ വീണ്ടും മറ്റൊരു സ്ത്രീയെ കുറിച്ച് വേദപുസ്തകത്തിൽ നാം കാണുന്നത് ഹാഗാറിനെയാണ്. അബ്രാഹാമിന്റെ ഭാര്യ സാറയുടെ ദാസിയായിരുന്ന ഹാഗാർ.
അബ്രാഹാമിനും ഭാര്യ സാറായ്ക്കും വാർദ്ധക്യത്തിലും മക്കളില്ലാതിരുന്നപ്പോൾ സാറായി പറഞ്ഞു, നിങ്ങൾ എന്റെ ദാസിയായ ഹാഗാറിനെ പരിഗ്രഹിക്കണം, അങ്ങനെ നമുക്കൊരു മകനുണ്ടാകട്ടെ എന്ന് പറഞ്ഞു. സാറായുടെ നിർദ്ദേശപ്രകാരം അബ്രാഹാം ഹാഗാറിനെ പരിഗ്രഹിച്ചു. ഒരു മകനുണ്ടായി, ഇശ്മയേൽ. ദൈവത്തിന്റെ വാഗ്ദത്ത പ്രകാരം അബ്രാഹാമിനും ഭാര്യ സാറായ്ക്ക് ഒരു സന്തതി ജനിച്ചു, ഇസഹാക്ക്. 2 പ്രജകൾ ഒരു കുടുംബത്തിൽ വളരുന്നത് പന്തിയല്ല. അതുകൊണ്ട് നിങ്ങൾ ഹാഗാരിനെയും കുഞ്ഞിനെയും ഉപേക്ഷിക്കണമെന്ന് അബ്രാഹാമിനോട് സാറായി പറഞ്ഞു. സാറായുടെ നിർദ്ദേശപ്രകാരം ഒരു തുരുത്തി വെള്ളവും കുറെ അപ്പക്കഷ്ണങ്ങളും എടുത്തുകൊണ്ട് ഹാഗാരിനെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് അബ്രാഹാം മരുഭൂമിയിലേക്ക് പോയി. മരുഭൂമിയുടെ വിജനപ്രദേശത്ത് ഹാഗാരിനെയും കുഞ്ഞിനെ ഉപേക്ഷിച്ചിട്ട് അബ്രാഹാം മടങ്ങിപ്പോന്നു. 2-3 ദിനങ്ങൾ കൊണ്ട് തുരുത്തിയിലെ വെള്ളം തീർന്നു, അപ്പക്കഷ്ണങ്ങൾ തീർന്നു. കുഞ്ഞ് വാവിട്ട് നിലവിളിച്ചു തുടങ്ങി. ഹാഗാറിന് ഒരു കാര്യം മനസ്സിലായി, താൻ നൊന്ത് പ്രസവിച്ച കുഞ്ഞ് തന്റെ മുമ്പിൽ വെച്ച് പിടഞ്ഞു മരിക്കും. ഇത് കാണാൻ ആഗ്രഹമില്ലാതിരുന്ന ഹാഗാർ കുഞ്ഞിനൊരിടത്ത് കിടത്തി ഒരമ്പിൻപാട് ദൂരെ മാറിയിരുന്ന് നിലവിളിക്കുകയാണ്. ജീവിതത്തിന്റെ വലിയ വേദനയുടെയും ജീവിതത്തിന്റെ വലിയ ഭാരത്തിന്റെ മധ്യത്തിൽ ഹാഗാർ കുഞ്ഞിനൊരിടത്ത് കിടത്തി ഒരമ്പിൻപാട് ദൂരെ മാറിയിരുന്ന് നിലവിളിക്കുകയാണ്. ഹാഗാർ ഇങ്ങനെ നിലവിളിക്കുമ്പോൾ ദൈവത്തിന്റെ ദൂതൻ ഹാഗാറിനെ പ്രതിഷ്ഠപ്പെട്ടിട്ട് പറഞ്ഞു, ഹാഗാറേ, കുഞ്ഞിന്റെ കരച്ചിൽ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കൽ എത്തിയിരിക്കുന്നു. ദൈവം അവളുടെ കണ്ണുകളെ തുറന്നു. അവൾ കണ്ണ് തുറന്നു നോക്കുമ്പോൾ അവൾക്കും കുഞ്ഞിനു വേണ്ടി മരുഭൂമിയിൽ നീരിറവിയെ തുറന്നത് ഹാഗാർ തന്റെ കണ്ണുകൾ കൊണ്ട് കാണുകയാണ്. ഇന്ന് കർത്താവിങ്കിൽ നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ട ദൈവജനമേ, ഹാഗാർ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നൊരു വലിയ ചിത്രം ജീവിതത്തിന്റെ വലിയ വേദനയുടെയും വലിയ ഭാരത്തിന്റെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ചേർന്നിരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ ദൈവസന്നിധിയിൽ തന്നെ സമർപ്പിച്ചു ഹാഗാർ ദൈവത്തെ അറിഞ്ഞ് ദൈവിക ബന്ധത്തിലേക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ ഉൽപ്പത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ ഹാഗാറിനെ കാണുന്നത് വേദനയുടെയും ഭാരത്തിന്റെ മധ്യത്തിൽ നിലവിളിക്കുന്ന വ്യക്തിയായിട്ടാണ്. ഇന്ന് പലപ്പോഴും എന്നിലും നിന്നിലും ഇല്ലാത്ത ഒരു വലിയ ഗുണമായി ഹാഗാറിൽ ഇത് പലപ്പോഴും തോന്നാറുണ്ട്. ഹാഗാറിന്റെ ജീവിതത്തിൽ നാം കാണുന്ന ഒരു വലിയ ഗുണം ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെയും ഭാരത്തിന്റെ മധ്യത്തിൽ കണ്ണുനീരോടെ കർത്താവിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക എന്നുള്ളതാണ്. ഇന്ന് പലപ്പോഴും നമുക്ക് സാധിക്കാത്തതാണ്. നമുക്ക് മറ്റുള്ളവരുടെ സങ്കടവും വേദനയും കണ്ട അറിയാതെ നമ്മൾ കരഞ്ഞു പോകും. ഞാൻ ഒരിക്കൽ ഒരു ശവടക്ക് ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനായിട്ട് ഒരു ഭവനത്തിൽ ചെന്നു. വളരെ ചെറുപ്പത്തിലെ തന്നെ ഏതാണ്ട് 30 വയസ്സിൽ താഴെയുള്ള ഒരു ചെറുപ്പക്കാരൻ മാറ്റപ്പെട്ട ഭവനത്തിലാണ് ചെന്നത്. പ്രിയപ്പെട്ടവന്റെ ഭാര്യയും അപ്പനും അമ്മയും ഏറ്റവും അടുത്ത സ്വന്തക്കാരെല്ലാവരും വളരെ വേദനയോടെ പുത്രൻ മാറ്റപ്പെട്ടതിന്റെ പ്രിയപ്പെട്ടവൻ മാറ്റപ്പെട്ടതിന്റെ ഭാരത്തിൽ വേദനയിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ മധ്യത്തിലാണ് ശുശ്രൂഷകൾ ആരംഭിക്കുന്നത്. ശുശ്രൂഷ ആരംഭിക്കുമ്പോഴേക്കും ആ ദേശത്തുണ്ടായിരുന്ന ആളുകൾ എല്ലാവരും ജാതിമത ഭേദമന്യേ ആളുകൾ ഒത്തിരി പേര് അവിടെ വന്നു. നമുക്കറിയാം, മറ്റുള്ളവരുടെ സങ്കടം കണ്ടാൽ കരയാതിരിക്കാനായിട്ട് നമുക്ക് സാധിക്കാറില്ല. ഞാനിങ്ങനെ നോക്കുമ്പോൾ അവിടെ കൂടിയിരുന്ന സ്ത്രീകളിൽ ഒട്ടുമിക്ക പേരും കരയുകയാണ്. അതിൽ ഹൈന്ദവരുണ്ടായിരുന്നു, മുസ്ലിം സ്ത്രീകളുണ്ടായിരുന്നു, ക്രൈസ്തവരായവരുണ്ടായിരുന്നു, വിവിധ മതവിഭാഗങ്ങളിൽപ്പെട്ട സ്ത്രീകളെല്ലാവരും കൂടിയിരിക്കുന്നു. അവരെല്ലാവരും കരയുകയാണ്. ദൈവജനമേ, അവര് കരഞ്ഞത് എന്തുകൊണ്ടാണ്? പ്രിയപ്പെട്ടവൻ മാറ്റപ്പെട്ടതിന്റെ വേദന കൊണ്ടാണോ? അല്ല. മറ്റുള്ളവർ അവന്റെ പ്രിയപ്പെട്ടവൻ മാറ്റപ്പെട്ടതിന്റെ വേദനയിൽ അവന്റെ ബന്ധുമിത്രാദികൾ കരയുന്ന കാണുമ്പോ നമ്മളെല്ലാവരും അറിയാതെ കരഞ്ഞു പോകും. അതുകൊണ്ടാണല്ലോ 6:30 വൈകുന്നേരത്തെ സീരിയലുകളെല്ലാം ആരംഭിക്കുമ്പോ അല്ലെങ്കിൽ സിനിമകൾ കാണുമ്പോ സ്ത്രീകളൊക്കെ ചുറ്റും ഇരുന്ന് കരയുന്നത് കാണുവാനായിട്ട് സാധിക്കും. സന്ധ്യാസമയം നമ്മുടെ ഭവനങ്ങളിൽ ഇതിന്റെ മധ്യത്തിലിരുന്ന് സീരിയലിന്റെ മുമ്പിൽ ഇരുന്ന് കരയുന്ന ഒത്തിരി സ്ത്രീകളെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കാരണം മറ്റുള്ളവരുടെ വേദനയും
മറ്റുള്ളവരുടെ ഭാരവും കാണുമ്പോൾ നമുക്ക് കരയാതിരിക്കാനായിട്ട് പറ്റത്തില്ല. നമുക്കൊരു സിമ്പതറ്റിക് ആറ്റിറ്റ്യൂഡാണുള്ളത്. മറ്റുള്ളവരുടെ വേദനയും ഭാരവും കണ്ട് മറികടന്ന് പോകാനായിട്ട് പലപ്പോഴും നമുക്ക് പറ്റാറില്ല. മറ്റുള്ളവർക്ക് അറിയുന്ന കണ്ടാല് നമ്മൾ അറിയാതെ അവരുടെ കൂടെ കരഞ്ഞു പോകുന്നവരാണ്. നല്ല ചിന്തയാണ്, നല്ല ഗുണമാണ്. പക്ഷേ ഹാഗാറിൽ നാം കാണുന്നൊരു വലിയ ചിന്തയുള്ളത് ഇതൊന്നുമല്ല. ഹാഗാറിന്റെ ജീവിതം നാം ദർശിക്കുന്നത് ജീവിതത്തിന്റെ വേദനയുടെയും ഭാരത്തിന്റെയും മധ്യത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിലവിളിക്കുന്ന ഹാഗാറിനെയാ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയ ശ്രോതാക്കളെ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഹൃദയത്തിന്റെ അഗാധത്തിൽ നിന്ന് ഒരു ചോദ്യം അച്ഛന് ചോദിക്കാനുള്ളത്, പലപ്പോഴും മറ്റുള്ളവർ കരയുകയും മറ്റുള്ളവർ സങ്കടപ്പെടുകയും ചെയ്യുമ്പോൾ നമുക്കൊക്കെ സങ്കടം വരുന്നവരാണ്. എങ്കിലും ഹൃദയത്തോടൊരു ചോദ്യം, നിന്റെ വേദനയുടെയും നിന്റെ ഭാരത്തിന്റെയും നിന്റെ പ്രതിസന്ധിയുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നിലവിളിക്കാനായിട്ട് നിനക്ക് സാധിക്കുക. പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല. നമുക്ക് സങ്കടവും നമുക്ക് ഭാരവും നമുക്ക് സാമ്പത്തിക ഞെരുക്കങ്ങളും നമുക്ക് കടബാധ്യതകളും നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ആഗ്രഹിക്കാത്ത തരത്തിൽ വഴിപിഴച്ചു പോകുമ്പോഴും കുടുംബത്തിൽ അസ്വസ്ഥതകളും അസമാധാനങ്ങളും കടന്നു വരുമ്പോഴൊക്കെ നാം ദൈവത്തെ പഴിക്കും. എനിക്ക് മാത്രം എന്താ ഇങ്ങനെ, എന്റെ ജീവിതത്തിൽ മാത്രം എന്തിനാ ഇങ്ങനെ പ്രതിസന്ധികൾ, മറ്റുള്ളവരെ പോലെയല്ലേ ഞാനും, എനിക്ക് മാത്രം എന്താ ഇത്ര വേദന വരണത്, മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോ എനിക്ക് മാത്രം എന്തിനാ ഇത്ര രോഗങ്ങൾ, എനിക്ക് മാത്രം എന്താ ഇത്ര സാമ്പത്തിക ഞെരുക്കം, എന്റെ കുടുംബത്തിൽ മാത്രം എന്താ ഇത്ര അസ്വസ്ഥത, എന്റെ കുടുംബത്തിൽ ത്യാഗത്തോടെ എല്ലാവരും നിന്നിട്ടും എന്തേ കരകയറാനായിട്ട് പറ്റാത്തത്, എന്റെ കുടുംബത്തിൽ ആളുകൾ ഒരുമിച്ച് കൂടുമ്പോൾ പരസ്പരം കടിച്ചു കീറുന്ന അനുഭവങ്ങൾ എന്തേ എന്റെ കുടുംബത്തിൽ മാത്രം സംഭവിക്കുന്നത്? പലപ്പോഴും ഹൃദയത്തിൽ നിന്ന് ഞാനും നിങ്ങളും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇവിടെയാണ് പ്രതിസന്ധിയുടെ ഭാരത്തിന്റെ മധ്യത്തിൽ ഹാഗാർ കാണുന്ന ഒരു വലിയ ഗുണം. അവൾ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നെടുമ്പാട് വീണ് ദൈവസന്നിധിയിൽ കരയുന്ന ഹാഗാർ. ശ്രദ്ധേയരായ സ്ത്രീകളിൽ വേദപുസ്തകം വ്യക്തമാക്കുന്നത് ജീവിതത്തിന്റെ ഭാരത്തിന്റെയും വേദനയുടെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ മുഴങ്കാലുകൾ മടക്കി നിലവിളിപ്പാനായിട്ട് പറ്റണം. ഇന്ന് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോ പലപ്പോഴും വേദനയും ഭാരവും വരുമ്പോ ഞാനും നിങ്ങളും റിബലായിട്ട് മാറുകയാണ്. എന്റെ ജീവിതത്തിൽ എന്തിനാ ഇത്ര വേദന, എന്റെ ജീവിതത്തിൽ എന്തിനാ ഇത്ര ഭാരം, എന്റെ ദൈവത്തിന് എന്നോട് സ്നേഹമില്ല, എന്നോട് ആർക്കും സ്നേഹമില്ല, എന്നെ ആരും അംഗീകരിക്കണില്ല, എന്നെ ആരും ഉൾക്കൊള്ളണില്ല, എല്ലാവർക്കും എന്നോട് വെറുപ്പാണ്, എന്റെ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കാണ്, ഞാൻ തകർന്നിരിക്കുന്നുള്ള ചിന്ത അനേക ഹൃദയങ്ങളെ മതിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഹാഗാറിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് വേദനയുടെ ഭാരത്തിന്റെ മധ്യത്തിൽ ദൈവസന്നിധിയിൽ നിലവിളിപ്പാനായിട്ട് നമുക്ക് സാധിക്കണം. ഇത് തന്നെയാണ് എലീസ പ്രവാചകന്റെ ശിഷ്യന്റെ ഭാര്യയുടെ ജീവിതത്തിൽ നിന്ന് കാണുന്നത്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായത്തിലാണല്ലോ അത്. അവിടെ നാം ഇങ്ങനെ കാണുന്നു, അവളുടെ ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയും ഭാരവും വന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം, പ്രവാചക ശിഷ്യന്മാരുടെ ഭാര്യമാരിൽ ഒരുത്തി വന്ന് എലീശയോട് നിലവിളിച്ചു, നിങ്ങളുടെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി, എന്റെ ദാസൻ യഹോവഭക്തനായിരുന്നു, നിനക്കറിയാമല്ലോ. കടക്കാര് വന്ന് എന്റെ 2 മക്കളെയും പിടിച്ചുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നു, ഞാൻ എന്ത് ചെയ്യണമെന്ന് നിലവിളിക്കുന്ന പ്രവാചക ശിഷ്യന്റെ ഭാര്യ. 3 ദുഃഖങ്ങളായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. ഭർത്താവ് മരിച്ചുപോയതിന് ദുഃഖം, കടബാധിതരുടെ ദുഃഖം, കടക്കാര് വന്ന് 2 മക്കളെയും പിടിച്ചുകൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നതിന് ദുഃഖം. ഈ 3 ദുഃഖത്തിന്റെ ഭാരത്തിന്റെ മധ്യത്തിൽ പ്രവാചക ശിഷ്യന്റെ ഭാര്യ എലീശയുടെ അടുക്കൽ വന്ന് നിലവിളിക്കുകയാണ്. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാം അധ്യായം 2-ാമത്തെ വാക്യം, എലീശ അവരോട് ചോദിച്ചു, ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം, പറക, നിന്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട് എന്ന് ചോദിച്ചു. നമ്മുടെ ദൈവത്തിന്റെ വലിയ പ്രത്യേകത അതാ. യേശു വേറെ സ്നേഹിച്ചിരുന്ന ബെഥാനിയിൽ ലാസറിന്റെ ഭവനത്തിൽ കടന്നു വരുമ്പോൾ 96 മണിക്കൂർ വേദന അനുഭവിച്ച 2 സഹോദരിമാരുടെ അടുക്കിലേക്ക് കർത്താവ് കടന്നു വരുന്നത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കില്ലായിരുന്നെന്ന് മറിയ നിലവിളിച്ചപ്പോൾ അവൾ കരയുന്നതും അവളോട് കൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടു. ഉള്ളം നൊന്ത് കലങ്ങി, അവന് വെച്ചത് ഇവിടെ എന്ന് ചോദിച്ചു. എന്നെ കേൾക്കുന്ന ദൈവജനമേ, മറ്റുള്ളവരുടെ സങ്കടത്തിൽ സങ്കടപ്പെടണമെന്ന് അച്ഛൻ പറയുന്നില്ല.
മറ്റുള്ളവർ കരയുന്ന കാണുമ്പോ കരയുണ്ടെന്ന് പറയുന്നില്ല, മറിച്ച് നമ്മുടെ ദുഃഖത്തിന്റെയും നമ്മുടെ രോഗത്തിന്റെയും നമ്മുടെ ഭാരത്തിന്റെയും നമ്മുടെ കുടുംബത്തിന്റെ അസ്വസ്ഥതകളുടെയും സാമ്പത്തിക ഞെരുക്കങ്ങളുടെയും കടബാധ്യതകളുടെ മധ്യത്തിൽ ദൈവസന്നദ്ധിയിൽ സമർപ്പിച്ച് നിലവിളിപ്പാൻ ഹാഗാർ നിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. അതിന്റെ മധ്യത്തിൽ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കരുത്. അതിന്റെ മധ്യത്തിൽ പ്രതിസന്ധികളും ഭാരങ്ങളുമാണെന്ന് ഓർത്ത് ജീവിതം ഒളിച്ചോടാൻ നീ ശ്രമിക്കരുത്. അതിന്റെ മധ്യത്തിൽ ദൈവത്തിൽ നിന്നും നീ ഒളിച്ചോടരുത്. അതിന്റെ മധ്യത്തിൽ ഉത്തരവാദിത്വത്തിൽ നീ ഒളിച്ചോടരുത്. അതിന്റെ മധ്യത്തിൽ നിന്റെ ജീവിതത്തെ ക്രിയാത്മകമായി ക്രമീകരിക്കേണ്ടിടത്തുനിന്ന് നീ മാറി നിന്നിട്ട് നീ ഒരു നിഷ്ക്രിയത്വത്തിലേക്ക് മാറിപ്പോകാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്നില്ല. ഹാഗാറിനെ പോലെ കർത്താവിലേക്ക് സമർപ്പിച്ച് നിലവിളിപ്പാൻ നമുക്കിടയാകണം. രണ്ടു വ്യക്തികളെ കുറിച്ച് അച്ഛൻ പറഞ്ഞത്, ഹവ്വ, അവൾ നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്ന ഒരു ചിത്രം, കണ്ണുകൾ കൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ നമ്മുടെ കണ്ണുകളെ സൂക്ഷിക്കണം. ഹാഗാർ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്ന ചിത്രം, ജീവിതത്തിന്റെ വേദനയുടെയും ഭാരത്തിന്റെ മധ്യത്തിൽ കണ്ണുനീരോടെ ദൈവത്തോട് നിലവിളിപ്പാൻ ഇടയാകണം. ഒരു നിമിഷം തലകളെ ഉണക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ മക്കളായി ഞങ്ങൾ ഒരുമിച്ച് നിന്റെ വചനത്തിന്റെ കീഴേ ആയിരുന്നില്ല. വേദപുസ്തകത്തിലെ ശ്രദ്ധേയരായ സ്ത്രീകളിൽ 2 സ്ത്രീകളെ കുറിച്ച് ഞങ്ങൾ ഒരുമിച്ച് ചിന്തിക്കുകയായിരുന്നില്ല. ദൈവമേ, ജിജ്ഞാസയുള്ളതായ ഹൗവ കണ്ണുകൾ കൊണ്ട് പാപം ചെയ്തത് മുഖാന്തരമായി ഏദൻ തോട്ടത്തിൽ നിന്ന് മാറ്റപ്പെട്ടു എന്ന് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ കണ്ണുകൾ കൊണ്ട് അരുതാത്തത് ദർശിക്കാതെ ഞങ്ങളുടെ കണ്ണുകളെ അവിടെ നിന്ന് സൂക്ഷിക്കണമേ. ഹാഗാറിനെ കുറിച്ച് ഞങ്ങൾ കേൾക്കുകയായിരുന്നില്ല. മറ്റുള്ളവരുടെ സങ്കടവും വേദനയും ഞങ്ങളുടെ കണ്ണുകൾ ഈറനണിയിക്കും, സത്യമാണ്. മറിച്ച് ഞങ്ങളുടെ വേദനയുടെയും ഭാരത്തിന്റെയും മധ്യത്തിൽ നിന്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് നിലവിളിപ്പാനുള്ളൊരു ഹൃദയം, അനുതാപമുള്ളൊരു ഹൃദയം ഞങ്ങൾക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകളെ കേട്ടിരിക്കാൻ സ്തുതിക്കും. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.